ഇന്ത്യയിൽ ഏകദേശം 7,000-ഓളം പേര് ഓരോ ദിവസവും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കാരണം മരണപ്പെടുന്നുണ്ട്. ലോകമെമ്പാടും നോക്കുമ്പോൾ അത് 48,000 പേര് വരെ എത്തുന്നുണ്ട്. ഇത്രയും പേരെ കൊല്ലുന്ന ഈ ഒരു സൈലന്റ് കില്ലറിനെ നമുക്ക് ഭക്ഷണത്തിലൂടെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമോ? അതെ, പല കേസുകളിലും നമുക്കതിന് കഴിയും. ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും സാധാരണയായിട്ട് വരുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ്. ഈ ബ്ലോക്ക് ഒന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. പല വർഷങ്ങളായിട്ടുള്ള ഉയർന്ന കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഉയർന്ന ഡയബറ്റിക്, സ്ട്രെസ്സ്, ഇൻഫ്ലമേഷൻ ഇതെല്ലാം കാരണം നമ്മുടെ രക്തക്കുഴലുകളിലെ ഇന്നർ ലൈനിങ്ങിന് ഡാമേജ് സംഭവിക്കും. ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള രക്തക്കുഴലിലേക്ക് കൊളസ്ട്രോളും കാൽസ്യം, ഫാറ്റ്, ഇൻഫ്ലമേറ്ററി സെൽസ് ഇതെല്ലാം വന്ന് അവിടെ അടിഞ്ഞുകൂടും. എന്നിട്ട് അവിടെ പ്ലാക്ക് ഫോം ചെയ്യും. ഈ പ്ലാക്ക് പിന്നീട് പൊട്ടുമ്പോൾ ആണ് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ഹൃദയത്തിലാണ് ഇത് പൊട്ടുന്നതെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടും, തലയിലാണ് പൊട്ടുന്നതെങ്കിൽ അത് സ്ട്രോക്ക് ആയിട്ടുമാണ് ഉണ്ടാവുന്നത്. ഹായ്, ഐ എം ഡോക്ടർ അരുണിമ, Q1B ഹെൽത്ത് കെയർ, താമരശ്ശേരി. പലരുടെയും സംശയമാണ് വെളിച്ചെണ്ണ, നെയ്യ്, കൊഴുപ്പ് ഇതൊക്കെയാണോ ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആവശ്യമാണ്. വെളിച്ചെണ്ണ ആയാലും നെയ്യ് ആയാലും ആവശ്യത്തിനുള്ള അളവിൽ, കുറച്ചളവിൽ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രശ്നമല്ല. എന്നാലും നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളവർ, അതുപോലെ ഡയബറ്റിക് ഉള്ളവർ, ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടാത്തത്, ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ ബേക്കറി ഐറ്റംസ്, പബ്സ്, അതുപോലെ തന്നെ കേക്ക്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ബേക്കറി ഐറ്റംസ്, കേക്ക്സ്, പബ്സ്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ റീഹീറ്റഡ് ആയിട്ടുള്ള ഓയില്, ഇതൊക്കെ നമ്മുടെ പാടെ ഒഴിവാക്കുന്നത് നല്ലതാണ്. നമ്മുടെ രക്തക്കുഴലുകൾ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതും ഫൈബേഴ്സ് ഉള്ളതും ഹെൽത്തി ഫാറ്റ് ഉള്ളതും നൈട്രിക് ഓക്സൈഡ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഈ നൈട്രിക് ഓക്സൈഡ്സ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ, രക്തക്കുഴലുകളെ റിലാക്സ് ആക്കുകയും അതോടൊപ്പം തന്നെ രക്തക്കുഴലുകൾ വികസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കാനും അതുവഴി BP കുറയാനും ഹാർട്ടിലേക്കുള്ള ഒരു വർക്ക് ലോഡ് കുറയാനും സഹായിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നൈട്രിക് ഓക്സൈഡ്സ് കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷേ L-അർജിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കുറേ ഫുഡ്സിൽ ഇൻക്ലൂഡാണ്. ഈ L-അർജിനൈൻ ആണ് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ നൈട്രിക് ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്. L-അർജിനൈൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, നമ്മുടെ പംകിൻ സീഡ്സ്, രണ്ട്, ബീട്രൂട്ട്, തണ്ണിമത്തൻ, ചെറിയ മത്സ്യങ്ങൾ, ഇതിലൊക്കെ ധാരാളം L-അർജിനൈൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട്, ലെറ്റ്യൂസ്, സ്പൈനാച്ച്, ചീര ഇതെല്ലാം എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ചതച്ചാലുണ്ടാകുന്ന ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് ആണ് അലിസിൻ എന്ന് പറയുന്നത്. ഈ അലിസിൻ നമ്മുടെ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും BP കുറയ്ക്കാനും സഹായിക്കും. അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. സോ ഡയറ്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ജീവിതശൈലിയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. മെയിനായിട്ടുള്ളതാണ് ഉറക്കം. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങണം. ഒരു ഡീപ്പ് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കാൻ പോകുകയും ആഴ്ചയിൽ ഒരു 3-4 ദിവസം എക്സസൈസ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടതാണ്. ഒരു 2 മുതൽ 3 ലിറ്റർ വരെ ഡെയിലി വെള്ളം കുടിക്കേണ്ടതും ആവശ്യമാണ്. ഇനി നമുക്കൊരു 21 ദിവസത്തെ ഡയറ്റ് നോക്കാം. ഒരു ചെറിയൊരു ഡയറ്റ്. അതിൽ നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ദിവസം ഓട്സും നട്ട്സും ആണെങ്കിൽ, പിന്നെ ഇഡ്ഡലി, സാമ്പാർ, അതും അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പയറ് വർഗ്ഗങ്ങൾ ഇതെല്ലാം എടുക്കാവുന്നതാണ്. മിഡ് മീലിൽ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുക്കാവുന്നത്, അതായത് ഈ തണ്ണിമത്തൻ, പേരയ്ക്ക, ആപ്പിള് അല്ലെങ്കിൽ പപ്പായ പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലഞ്ചിൽ ആ പ്ലേറ്റ് നമ്മൾ 4ആയിട്ട് ഭാഗിച്ചാൽ അതിൽ പകുതി ഭാഗം പച്ചക്കറികളും ബാക്കി ഒരു 1/4 ഭാഗം പ്രോട്ടീനുകളും ബാക്കി 1/4 ഭാഗം അരി ആഹാരങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ്.
ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് ചായയോ അല്ലെങ്കിൽ ലെമൺ ടീയോ കുടിക്കാം. പക്ഷെ ഷുഗർ ഇല്ലാതെ കുടിക്കുന്നതാണ് നല്ലത്. ബെറ്റർ അത് കുടിക്കാതിരിക്കുക. കൂടാതെ ഒരു കൈ നട്ട്സ് കഴിക്കുന്നതും നല്ലതാണ്. ഇനി രാത്രിക്കത്തതാണെങ്കിൽ, അതായത് ഡിന്നർ നമ്മൾ ഭയങ്കര ലൈറ്റ് ആക്കുന്നതാണ് നല്ലത്. 8 മണിക്ക് മുന്നേ കഴിക്കുന്നത് ഉത്തമമായിരിക്കും. അതും ലൈറ്റായിട്ടുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ സാലഡ്സോ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആക്കുന്നതാണ് നല്ലത്. രക്തക്കുഴലുകൾ ഒരു ദിവസം കൊണ്ട് ബ്ലോക്ക് ആകുന്നില്ല, അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ഹെൽത്തി ആകുന്നുമില്ല. ഈ ആഹാരക്രമങ്ങളും ജീവിതശൈലിയിലും വരുന്ന മാറ്റങ്ങളാണ് നമ്മളെ ഹെൽത്തി ആക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്